ഹായ് കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നത് കേട്ടോ. അതായത് ഒരിക്കലും എടുക്കരുത് അല്ലെങ്കിൽ പറയരുതെന്ന് വിചാരിച്ചൊരു ടോപ്പിക്കാണ് രാഷ്ട്രീയം. എനിക്ക് രാഷ്ട്രീയമില്ല, ഞാനിതുവരെ ഒരു രാഷ്ട്രീയ മേഖലയിലും പ്രവർത്തിച്ചിട്ടില്ല. എങ്കിലും ഇന്നെനിക്ക് പറയാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്, ഞാനൊരു റീല് കണ്ടു. ആക്ച്വലി ഞാൻ ആ റീല് എന്തോ പറയുക, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ആ റീല് തപ്പിച്ചപ്പോൾ തന്നെ അത് ഡിലീറ്റഡ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് ആ ആളുടെ പേരോ മറ്റു കാര്യങ്ങളോ ഇവിടെ പറയാൻ നിർവാഹമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പാണ് ഡിലീറ്റ് ചെയ്താലും ആ റീൽസ് ഞാനത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 100% എനിക്കത് നിങ്ങൾക്ക് കാണിച്ചിട്ട് ആളുടെ പേര് ഉൾപ്പെടെ പറയാമായിരുന്നു. റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്ന ആൾ തന്നെയാണതും. വളരെ ഫേമസ്ഡാണ്, ഈ മലയാളികളുടെ ഇടയിൽ ഫേമസ്ഡാണ് ആ വ്യക്തി. ആ പുള്ളിക്കാരൻ്റെ പല റിയാക്ഷൻ വ്ളോഗ്സും കാര്യങ്ങളും അത് പുള്ളി എല്ലാം പറയാറുണ്ട്. രാഷ്ട്രീയം പറയാറുണ്ട്, സാമൂഹ്യം പറയാറുണ്ട്, എല്ലാം പറയാറുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിയുടെ പല റിയാക്ഷൻസും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പല അഭിപ്രായങ്ങളോടും ഞാൻ യോജിക്കുന്നുണ്ട്, പലരും ഞാൻ വിയോജിക്കുന്നുമുണ്ട്. അത് എല്ലാവരുടെയും പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണല്ലോ. അതേപോലെ തന്നെ എൻ്റെയും അത് പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷേ എനിക്ക് ഈ പുള്ളിക്കാരൻ പറഞ്ഞ ഒരു വാക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, CJP, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി അല്ലേ, അതിൻ്റെ സമരവും അത് വിജയിച്ചതും രാജിയും അല്ലേ, മന്ത്രി രാജിവെച്ചതും എല്ലാവർക്കും എല്ലാം അറിയാം. അപ്പം അതിനോടനുബന്ധിച്ച് പുള്ളി പറഞ്ഞൊരു വാക്കുകളുണ്ട്, നല്ല രീതിയിൽ സമരം ചെയ്ത് കഴിഞ്ഞാൽ നിലനിൽക്കുന്നതാണ്, അത് എപ്പോഴും വിജയിക്കും. അത് പറഞ്ഞ കൂട്ടത്തിൽ പുള്ളി ആവേശമൂത്തൊരു വാക്ക് പറഞ്ഞു, ബ്രിട്ടീഷുകാരുടെ കാൽപാദം നക്കി ജീവിച്ച നിങ്ങളോടത് പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ. അപ്പം ശരി, അതിനോട് ഞാൻ വിയോജിച്ചു എന്ന് പറയാൻ 100%. എങ്ങും റെക്കോർഡിക്കലായിട്ട് പോലും തെളിവുകളില്ലാത്തൊരു കാര്യമാണ്. 1945 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം രാത്രി 12 മണിക്ക് അർദ്ധരാത്രിയിലാണ് നമുക്കത് കിട്ടുന്നത്. അന്ന് ജീവിച്ച അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, പ്രവർത്തിക്കാതിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രവർത്തിക്കാതിരുന്നു എന്ന് വെച്ചിട്ട് അവർ ഒരിക്കൽ രാജ്യം ഭരിച്ച ബ്രിട്ടീഷ് നേതാക്കളോട് കൂടുതൽ കൂറ് പുലർത്തിയ ആൾക്കാരല്ല. നമ്മുടെ അവിടെ ഒരുപാട് ആൾക്കാർ ഭരിച്ചിട്ടുണ്ട്, കൂറ് പുലർത്തിയവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ കുത്തിത്തിരിപ്പുണ്ടാക്കിയ ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അതിൽ എല്ലാവരും പെടില്ല. ഞാൻ സമരം ചെയ്ത ആൾക്കാർ മാത്രം ആണ് ഇന്ത്യയോട് അല്ലെങ്കിൽ ഭാരതത്തിനോട് കൂറുള്ളത്. സമരം ചെയ്യാത്തവരാരും അങ്ങനെയല്ല എന്നല്ല. പേടിയുള്ള എത്രയോ ആൾക്കാരുണ്ടായിരുന്നു അല്ലേ, അവരെത്രയോ ഒളിച്ചിരുന്നവരുണ്ടാവും, സമരത്തിൽ പങ്കെടുക്കാതിരുന്നവർ എത്രയോ പേരുണ്ട്. അപ്പോൾ അവരാരും ബ്രിട്ടീഷുകാരുടെ കാലും കയ്യിൽ നക്കാൻ പോയവരാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് കുറച്ച് ഡേറ്റുകളൊന്ന് അങ്ങോട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ അതുകൊണ്ട് മാത്രമാണ് വന്നത്. അപ്പം 1945 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതും രാത്രി 12 മണിക്ക്. അത് നമ്മളെല്ലാവരും ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണല്ലേ. അപ്പം എനിക്ക് കോൺഫിഡൻ്റായിട്ട് അതേ അന്ന് തന്നെ എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ എഴുതി ചേർക്കപ്പെട്ടതാണ്, നമ്മൾ പഠിച്ചത്. ഇന്നും ഉരുവിട്ട് പോകുന്ന ഒരു മന്ത്രം പോലെ നമ്മൾ ഉരുവിട്ട് പോകുന്നതാണ് 1945 ആഗസ്റ്റ് 15 രാത്രി 12 മണിക്ക് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇതിങ്ങനെ സ്കൂളിൽ ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട്, ഞാനും പഠിക്കുന്നുണ്ട്. കിട്ടി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണല്ലോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു അവകാശം എനിക്കുണ്ടായിരുന്നു. എന്നാൽ BJP രൂപീകരിച്ച വർഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? 45 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമ്മൾ ബ്രിട്ടീഷുകാരെ നമ്മുടെ രാജ്യത്ത് നിന്ന് അടിച്ച് തുരത്തി ഓടിച്ച്. അതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞു എന്നാണ് BJP രൂപീകരിച്ചത്? അതിനെപ്പറ്റിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അറിവുണ്ടോ? 1980 അത് ഏപ്രിൽ 6 BJP രൂപീകരിച്ചത്. BJP രൂപീകരിച്ചതെന്ന് പറഞ്ഞാൽ നേരിട്ട് ഒരു പാർട്ടി പെട്ടെന്ന് രൂപീകരിക്കപ്പെട്ടതുമല്ല. BJP രൂപീകരിക്കുന്നത് 1980 എന്ന് പറയുമ്പോൾ 40 വർഷങ്ങൾക്ക് ശേഷമാണ്. രൂപീകരിക്കാനുള്ള പ്രധാന കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഒരു ശക്തമായ എതിർ പാർട്ടി ഉണ്ടാവണമെന്നുള്ള ശക്തമായ തീരുമാനത്തിൻ്റെ പുറത്ത് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ പിന്നെയും കുറേ കഥകളുണ്ട്. അപ്പം നിങ്ങൾ അറിയേണ്ട കാരണം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, BJPയുടെ പുറകിൽ ശക്തമായ കരങ്ങളുണ്ട്. അതെന്താണ്? RSSൻ്റെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ RSS രൂപീകരിച്ച വർഷം ഏതാണെന്ന്? അപ്പം ഞാൻ പറയാം, 1925 സെപ്റ്റംബർ 27 RSS രൂപീകരിക്കപ്പെട്ടത്. അതായത് നമ്മുടെ 1945 സ്വാതന്ത്ര്യം കിട്ടുന്നതിനും
20 വർഷങ്ങൾക്ക് മുമ്പാണ് നമുക്ക് RSS ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. അത് രൂപീകരിച്ചതിൻ്റെ ഡോക്ടർ കേശവ് ബാലറാം ഹെഡ് ഗവാഗർ എന്ന് പറയുന്ന ഒരാളാണ് RSS രൂപീകരിച്ചത്. അതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്, അത് സ്ഥാപിച്ചത് നാഗ്പൂർ, മഹാരാഷ്ട്ര, ഈ സ്ഥലങ്ങളാണ് അത് സ്ഥാപിക്കപ്പെട്ടത് തന്നെ. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക എന്നോ ആയിരുന്നില്ല. കാരണം ആ സമയങ്ങളിൽ നിങ്ങളെല്ലാവരും ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് നമ്മളെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ അവർ ചെയ്തത്? ജാതി, മത, വർണ്ണ വിവേചനം ചെയ്തു അല്ലേ. ആ കൂട്ടത്തിൽ എന്ത് ചെയ്തു? ഹിന്ദു മതവിശ്വാസികളെ അവർ കൺവേർട്ട് ചെയ്തു. എങ്ങോട്ടേക്ക്? ക്രിസ്ത്യനായിട്ട്. കുറേ ആൾക്കാർ വന്ന് മുസ്ലിങ്ങളായിട്ട് പേർഷ്യയിൽ നിന്ന് വന്ന് മാറ്റിയ കഥകളൊക്കെ നിങ്ങൾക്കറിയാലോ. അതേപോലെ ഇവരെന്താ ചെയ്തത്? ഇവർ നേരെ ഹിന്ദുക്കളെ ക്രിസ്ത്യൻസാക്കി മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ നമുക്കിവിടെ ഹൈന്ദവ കൂട്ടായ്മ ആവശ്യമാണ്. സ്വാതന്ത്ര്യം പോലെ തന്നെ നമ്മുടെ രാജ്യം എന്താണ്? ഒരു ഹൈന്ദവ രാജ്യമായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ. ഇന്നാണല്ലോ നമുക്കത് അങ്ങനെ അല്ലാതായി മാറിയത്. അപ്പോൾ ഹൈന്ദവ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ പങ്കെടുക്കണം എന്നല്ലല്ലോ. അതിന് പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്, എന്നാൽ ഇവരിനകത്തും പങ്കെടുത്ത ആൾക്കാരും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല. ഈ എഴുതി ചേർക്കപ്പെടാത്തതുമായ കാര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നല്ലത് പറയുകയല്ലോ. ഇപ്പോൾ ഇവർ കൂട്ടായ്മ നടത്തിയെന്ന് ഹിന്ദു ഐക്യദാർഢ്യമാണ് അവർ പ്രഖ്യാപിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് അവർ പോരാടിയത്. എങ്കിൽ പോലും 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ നമ്മുടെ ഈ കേശവ് എന്ന് പറയുന്ന സ്ഥാപകൻ, കേശവ് ബലിറാം ഹെഡ് ഗവാഗർ എന്ന് പറഞ്ഞ ആൾ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു ബ്രിട്ടീഷുകാരുടെ കാല് നക്കി എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം. തെളിവുകളില്ല, ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല, വെറുതെ അങ്ങ് പറയാണ്. ഇവർ ശരിയാണോ? ഒരുപാട് സ്വാതന്ത്ര്യ സമരങ്ങളോ അല്ലെങ്കിൽ സിന്ധാവളി ഇവർ പോയിട്ടില്ല. ഇവർ ഹൈന്ദവ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഉപ്പു സത്യാഗ്രഹം പോലെയുള്ള സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുമുണ്ട്. അത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യകത ആയതുകൊണ്ട് തന്നെ. എന്നിട്ട് എന്താ പറയുക? ബ്രിട്ടീഷുകാരുടെ കാല് നക്കാൻ പോയിന്ന്. അത് പറയുന്ന ആരാ? ഈ ജെൻസി എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ. ഇവരുടെ അച്ഛനോ അപ്പൂപ്പന്മാരോ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു വഴിയില്ല. കാരണം ആ കാലഘട്ടത്തിലെ കുറിച്ചിട്ട് നമ്മൾ എഴുതി വച്ചിരിക്കുന്നത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. പിന്നെ അന്ന് കുറച്ച് ജീവിച്ചിരുന്ന ആൾക്കാർ പറഞ്ഞ് കൈമാറി വന്ന വാക്കുകളാണ് ഇന്നും ആൾക്കാർ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ തന്നെ ഒരു റീൽസ് എടുത്തിട്ടുണ്ടല്ലോ പണ്ട് ആൾക്കാർ. എന്താ പറയുക, ഏറ്റവും ബാക്കി ഇരിക്കുന്ന ആൾക്കാർ ഒരു കാര്യം പറയും, അത് ഒരു 10 പേര് കൈമാറി ഏറ്റവും മുന്നിൽ വരുമ്പോൾ ആ ബാക്കിരുന്ന പറഞ്ഞ ആൾ പറഞ്ഞ വാക്കായിരിക്കില്ല ഏറ്റവും മുന്നിരിക്കുന്ന ആൾ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ അന്ന് സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്തവരും അന്ന് ജീവിച്ചിരുന്നവരും അവർ എന്ത് ചെയ്തു? തൻ്റെ മക്കളോടും പറഞ്ഞു കൊടുത്ത കഥകളും ചരിത്രങ്ങളും അവരുടെ മക്കൾക്ക് കൈമാറി. അപ്പോൾ എന്ത് ചെയ്തു? ഇവർ ബെഡായി അടിക്കുകയോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടക്കേട് തോന്നുമ്പം കുറച്ച് കുത്തിത്തിരിവ് കാണിക്കുകയോ ചെയ്തിട്ട് അതാണ് അടുത്ത തലമുറ. അങ്ങനെ തലമുറകൾ കൈമാറി വന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ കാല് നക്കി കൈ നക്കി എന്നൊക്കെ പറയുന്നത്. എങ്ങും എഴുതി ചേർക്കപ്പെട്ടിടാത്ത ഒരു കാര്യമാണ്. എഴുതി ചേർക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കത് സത്യമാണെന്ന് ഉറപ്പിച്ചൊരിക്കാനും പറയാനും പറ്റുകയില്ല. അതുപോലെ ജയിലിൽ കിടന്നു അല്ലെങ്കിൽ ഈ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു, അതും എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായോ? പക്ഷെ അതും പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും വിക്കിപീഡിയയിൽ ഉൾപ്പെടെ ഒരിടത്തും പറയുന്നില്ല അവർ ബ്രിട്ടീഷുകാരെ സഹായിച്ചു എന്ന്. അത് വെറും എന്താ പറയുക, ജസ്റ്റ് ഗോസിപ്പാണെന്നാണ് അവർ ഈ വിക്കിപീഡിയ പോലും പറയുന്നത്. അടുത്തത് പറയാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ BJP രൂപീകരിക്കപ്പെടുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1951 ജനതാ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ശ്യാം പ്രസാദ് മുഖർജി ആണ് ഇത് രൂപീകരിച്ചത്. ഈ പറയുന്ന ജനതാ പാർട്ടി മുന്നോട്ട് പോയോ? ഇല്ല. അതിനകത്ത് തന്നെ കുത്തിത്തിരിപ്പും കാര്യങ്ങളുമായിരുന്നു. അവർക്ക് ഈ ജനതാ പാർട്ടിയും അവിടുത്തെ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ അതിനകത്തുള്ള ആൾക്കാർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താ? ഓൾറെഡി RSS രൂപീകരിച്ച് അതിനകത്തുള്ള ആൾക്കാരുമായിട്ടുള്ള കണക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഇവർക്ക് എന്ത് പറ്റുന്നുണ്ടായിരുന്നില്ല? ഈ ഒരു പാർട്ടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അത് 1951 രൂപീകരിക്കപ്പെടുന്നത് ഈ ഒരു പാർട്ടി. അപ്പം നമ്മളുടെ സ്വാതന്ത്ര്യം കിട്ടിയത് 45 നമുക്ക് സ്വാതന്ത്ര്യം തന്നെ കിട്ടുന്നത്. അവിടുന്ന് ഒരു
എത്രയോ 10 വർഷം കഴിഞ്ഞിട്ടാണെന്നുള്ള ഓർമ്മ വേണം. അതിനുശേഷം 1977 നമുക്ക് ഇവിടെ അടിയന്തരാവസ്ഥ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതോടുകൂടി എന്ത് പറ്റി, ഈ ജനതാ പാർട്ടി കോൺഗ്രസിനെ നേരിടാൻ രൂപം കൊണ്ടതാണെന്ന് പറഞ്ഞെങ്കിലും പക്ഷെ അവിടെ കൊണ്ടത് പിളർന്നു പോവുകയാണ് ചെയ്തത്. അതിനകത്ത് ഭയങ്കര കുത്തിത്തിരിപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് പിളർന്നു പോയി. എന്നുവെച്ചാൽ അത് അവിടെ കൊണ്ട് തീർന്നില്ല. 1980 ഇത് പൂർണ്ണമായിട്ട് ഈ പാർട്ടി ഇല്ലാതായി. ആ പിളർന്ന പാർട്ടി പുതിയ ഒരു പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചാണ്. അത് RSSൽ പോയി ചേരുകയും RSSുമായിട്ട് അന്നേരം RSS ആയിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും അവർ പുതിയൊരു പാർട്ടി രൂപീകരിക്കാനുള്ള ആശയവും മറ്റു കാര്യവും അവർ കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ആ പാർട്ടി 1980 BJP അന്ന് ഉണ്ടാകുന്നത്. അത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്യാം പ്രസാദ് മുഖർജി ഓൾറെഡി ജനതാ പാർട്ടിയുടെ സ്ഥാപകനാണ്. അടൽ ബിഹാരി വാജ്പേയി ഉണ്ട്, ലാൽ കൃഷ്ണ അദ്വാനി ഉണ്ട്. ഇവർ ചേർന്നിട്ടാണ് ഇത് രൂപീകരിച്ചത്. പക്ഷെ വീണ്ടും അതിനകത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. RSSൻ്റെ ചില നയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നും പറഞ്ഞിട്ടുള്ളത് ഓരോരോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ. എന്നാൽ കോൺഗ്രസ്സിനകത്തുള്ള ഓരോരോ എന്താ പറയുക പ്രശ്നങ്ങളും അവിടെ നമ്മുടെ രാജ്യത്തിന് എതിരെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി കോൺഗ്രസ്സിനെ നേരിടാൻ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചേ പറ്റൂ എന്ന് നിർബന്ധിതമാവുകയും അങ്ങനെ 1980 നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലാണ് ഔദ്യോഗികമായിട്ടാണ് BJP രൂപീകരിക്കുന്നത്. ഇതാണ് ഹിസ്റ്ററി എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഈ ഹിസ്റ്ററി അറ്റ്ലീസ്റ്റ് നമ്മൾ എഴുതി വച്ചിരിക്കുന്നതെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാതെ BJP എന്ന് പറയുമ്പോൾ ഇന്നും ഇപ്പം തന്നെ ഈ ഒരു CJPയുടെ പ്രശ്നം നടക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാർ എന്താണ് CJP, എന്തുകൊണ്ടാണ് അവർ ഈ പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയത്, അവരുടെ അജണ്ട എന്തായിരുന്നു, ഇതിനെ പറ്റിയിട്ട് അല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആദ്യം എത്രയോ കാം ആൻഡ് ക്വയറ്റായിട്ടാണ് ഈ ജന്തർ മന്ദിറിൽ ഇങ്ങനൊരു പ്രൊട്ടസ്റ്റ് നടന്നു പോയത് അല്ലേ. അവിടെ അടിയുണ്ടായിരുന്നില്ല, ബഹളം ഉണ്ടായിരുന്നില്ല, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നമ്മുടെ ഇന്ത്യൻ ഭരണകൂടത്തിനെ താഴെ ഇറക്കണം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയെ വലിച്ചു കീറണം എന്നുള്ള അജണ്ടയുടെ കൂടി മറ്റുള്ള അതായത് മറ്റേ നിരാഹാര സമരമൊക്കെ അവസാനിപ്പിച്ച് ആ പുള്ളി ജീവനം കൊണ്ട് രക്ഷപ്പെടുന്ന സമയത്ത് ഇനി മുന്നോട്ട് പോകാൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടണം എന്നുള്ളപ്പോൾ കുറേ ഗുണ്ടകളൊക്കെ ഇറങ്ങി അടിപിടിയേത്ത് പിന്നെ അങ്ങോട്ട് അലങ്കോലാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ആ സമയത്ത് പോലും ആൾക്കാർ പറയുന്ന തിണ്ടത്തരം കേൾക്കണം. എന്താണ് ട്രംപിൻ്റെ കീഴിൽ ട്രംപ് പറയുന്നത് പോലെയാണ് ഇവിടെ നരേന്ദ്രമോദി കാര്യങ്ങൾ ചെയ്യുന്നതിന്. അങ്ങനെ ട്രംപ് പറയുന്നത് പോലെ ആയിരുന്നെങ്കിൽ ഇന്നും വരെ വ്യാപാര കരാറിൽ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. എന്തുകൊണ്ട്? ട്രംപ് പറയുന്നത് പോലെ ചെയ്യാനായിരുന്നെങ്കിൽ ട്രംപ് കയറിയതിൻ്റെ 2ാമത്തെ ആഴ്ച വ്യാപാര കരാറിലൊക്കെ ഒപ്പിട്ട് വെക്കില്ലേ. ഇന്ന് വരെ അവർ ചർച്ചകൾ നടന്ന് പോകുന്നതല്ലാതെ ഇന്ന് വരെ ട്രംപ് പറയുന്ന രീതിയിലൊരു വ്യാപാര കരാർ ഇന്ന് വരെ നമ്മുടെ വിദേശകാര്യമന്ത്രിയും നമ്മുടെ നരേന്ദ്രമോദി ഒപ്പിട്ടില്ലല്ലോ. ബാക്കി എത്രയോ ഇടങ്ങളിൽ പോകുന്നു, ചർച്ച നടത്തുന്നു, ഒപ്പിടുന്നു, പല കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇന്ന് ഈ നിമിഷം വരെ എന്തെങ്കിലും കരാറിൽ ഒപ്പിട്ടതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? കരട് കാര്യങ്ങളൊക്കെ വന്നു. അപ്പം ഇന്ന് ഒരു സായിപ്പിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അടിയറവ് വയ്ക്കുന്നതല്ല നമ്മുടെ ജീവിതം, ഇന്ത്യക്കാരുടെ ജീവിതം തെളിയിച്ചതാണ് നമ്മുടെ നരേന്ദ്രമോദി. പിന്നെ എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, ഈ 40-40 കൊല്ലം കോൺഗ്രസ് ഭരിച്ചത് നാടാണിത്, കമ്മ്യൂണിസ്റ്റ് ഭരിച്ച നാടാണിത്. അവർക്ക് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇന്ന് നരേന്ദ്രമോദി ചെയ്തു. ഞാനൊരു BJP സപ്പോർട്ട് ചെയ്ത് പറയല്ല. എന്തോ ബാംഗ്ലൂർ ഞാൻ പഠിക്കാൻ പോയതാണ്. എൻ്റെ പൊന്നപ്പനെ പറയാൻ പറ്റില്ല. അവിടെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നതിന് ഒരു 10-50 മീറ്റർ മുന്നേ അല്ലെങ്കിൽ ഒരു 100 മീറ്റർ മുമ്പേ ആ റെയിൽവേ സ്റ്റേഷന് ചുറ്റുവട്ടവും പാളത്തിൽ മൊത്തം അപ്പിയിടാൻ ആണായാലും പെണ്ണായാലും മുണ്ടും മുക്കി അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. 2005, 2006, 2007 കാലഘട്ടത്തെ കാര്യമാണ് പറഞ്ഞത്. ഇന്നെല്ലാവർക്കും കക്കൂസുണ്ട്. ഈ പറഞ്ഞ കോൺഗ്രസ് ഭരിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരിച്ച സമയത്തൊന്നും ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ? ബേസിക് ആയിട്ടുള്ള കാര്യമായിരുന്നു അതൊക്കെ. അതുമുതൽ ഇന്ന് പുള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത് ഞാൻ കോൺഗ്രസ് ചെയ്തില്ല എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അവർ മോശം ചെയ്തു എന്ന് പറയുന്നില്ല. പക്ഷേ ഏറ്റവും ബേസിക്കായിട്ട് ഒന്നും വേണ്ടെന്നേ,
ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നും മറ്റുള്ള ദേശങ്ങളിൽ പോയി ജോലി എടുത്തിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ജോലി എടുത്തിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്ക്, അന്ന് ഇന്ത്യയുടെ വാല്യൂ എന്താണ്, ഇന്ന് ഇന്ത്യയുടെ വാല്യൂ എന്താണെന്നുള്ളത്. ഒന്നും വേണ്ട. അന്നത്തെ നമ്മുടെ PM ആയിട്ട് ആരൊക്കെയാണോ അവർ വിദേശകാര്യങ്ങളിൽ സ്ഥലങ്ങളിൽ പോയിട്ട് മീറ്റിംഗ് പങ്കെടുത്ത ഫുൾ കവർ ഫോട്ടോസൊക്കെ കാണും. അതിൽ നോക്കി അറിയാൻ പറ്റും നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏത് പൊസിഷനിൽ, ഏത് ലൈനിലാണ് നിൽക്കുന്നത്, എവിടെ നിന്നിട്ടാണ് പുള്ളിയുടെ ആ ഒരു ഫോട്ടോ, ആ ഫോട്ടോയിൽ എത്രാമത്തെ ലൈനിൽ എത്രാമത്തെ നമ്പറിലാണ് നിൽക്കുന്നതെന്ന്. പക്ഷേ ഇന്നോ നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കും ഫസ്റ്റ്, ഏറ്റവും ഫ്രണ്ടിൽ, അത് സെൻട്രലാണ് നിൽക്കുന്നത്. നമ്മുടെ ഇന്ത്യ അത്രത്തോളം ആ പുള്ളി കൊണ്ട് എത്തിച്ചു. എല്ലാവരും നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല, അഴിമതി ഇല്ല എന്ന് പറയുന്നില്ല. ഈ നമ്മുടെ കേരളത്തിൻ്റെ ഇലക്ഷന് വേണ്ടിയിട്ട് BJPക്കാർ തന്നെ ഫണ്ട് അടിച്ചു മാറ്റിയതിൻ്റെത് കോടികൾ അടിച്ചു മാറ്റി. എൻ്റെ അഴിമതിയില്ലേ? കമ്മ്യൂണിസ്റ്റ് ഭരിച്ചു, പിണറായി മുട്ടിപ്പിച്ചു, ഫുൾ ടൈം ഇവിടെ കറണ്ട് പോക്കാം. കോൺഗ്രസ്സുകാർ പറയുന്നത്, നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ സാർ പറയുന്നത്, ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവച്ച് സമയം താന്നാണ് പറയുന്നത്. കാരണം അത്രത്തോളം വെളുപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ഈ കേരളത്തിൽ കോൺഗ്രസ് സർക്കാർ ഭരിച്ചില്ലേ, ആ സമയത്ത് നാശനഷ്ടങ്ങളുണ്ടായിട്ടില്ലേ, എന്നുവെച്ചാൽ അവർ മുക്കിയിട്ടില്ലേ, എല്ലാവരും ചെയ്യും. പക്ഷേ കുറച്ചെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരാൾക്കാരെ കാണുമ്പോൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും അവർ ചെയ്തെങ്കിൽ ചെയ്തു എന്നെങ്കിലും പറയണം. കാര്യമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അറിയാത്തതും ചരിത്രങ്ങളിൽ എഴുതി ചേർക്കാത്ത കാര്യങ്ങളൊന്നും ഇങ്ങനെ വിളിച്ച് പറയരുത്. മലന്ന് കടന്ന് തുപ്പുന്നതിന് തുല്യമാണ്. കാര്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ രാജ്യത്ത് ഇരുന്നുണ്ടെന്ന് ഇമാതിരി കുത്തിത്തിരിപ്പുണ്ടാക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത്രയേ ഉള്ളൂ, മലർന്ന് കിടന്നിട്ട് കാർക്കിച്ച് മേപ്പോട്ട് തുപ്പുക. ആ തുപ്പൽ വന്ന് നമ്മുടെ മോന്തയ്ക്ക് തന്നെ വീഴുന്നത്, അത്രയേ ഉള്ളൂ. കാരണം ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ത്യക്ക് പുറത്തോട്ട് പോയിട്ട് ഒരാളോട് സംസാരിക്കുമ്പം നമ്മളുടെ പ്രൊഫൈല് മനസ്സിലാക്കി, ഇപ്പം നമ്മുടെ ഭാഷ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ ഭാഷ പഠിക്കണമെന്നില്ല. ഇപ്പോൾ കൺവേർട്ടറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? അതിലൂടെ നിന്ന് കേട്ട് അയാളായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി തെറി പറഞ്ഞവരാണോ എന്ന് ചോദിച്ചാൽ നാണംകേടായി പോവില്ലേ നമുക്ക്? അപ്പം ആവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നേ, ആവശ്യമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാതെ. ഞാൻ പാർട്ടി പറയുകയല്ല, നടന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഒന്നുമില്ലെങ്കിലും ഞാൻ കേരളത്തിന് കുറേ 10-15 വർഷത്തോളം ജോലി ചെയ്ത, അപ്പോൾ കേരളത്തിൻ്റെ വില പുറത്തെന്താണ് ഇപ്പം എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. കാര്യമായിട്ട് പറഞ്ഞാൽ അവിടെ പണിയെടുക്കാൻ കേരളത്തിലെ ആൾക്കാരെ അവർക്ക് ആവശ്യമുണ്ട്, ആത്മാർത്ഥതയുള്ളവരാണെന്ന് അവർ പറയുന്നത്. പക്ഷേ ബാക്കി കാര്യത്തിന് പഠിപ്പിക്കത്തില്ല. അത് വേറൊരു സ്റ്റോറിയാണ്, ഞാനത് പിന്നെ കഥയായിട്ട് പറയാം. അപ്പം നമ്മൾ എന്താ പറഞ്ഞു വന്നേ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പറയുക, രോക്ഷം കൊള്ളണം, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പറയണം, നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യണം, പറ്റുമെന്നുണ്ടെങ്കിൽ നിരാഹാരം കിടക്കണം, ചീത്ത വിളിക്കാം, ഒക്കെ ചെയ്യാം. ഒക്കത്തിനും ഒരു ലൈൻ ക്രോസ് ഉണ്ടായിരിക്കണം. നമ്മുടെ വായിൽ വീഴുന്ന വാക്കുകളെന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ശുഭദിനം.